എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവഗണിച്ചവർ നിങ്ങൾക്ക് പിറകെ വരും, അത്ഭുതം ഇനി സംഭവിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ നീല നിറത്തിലുള്ള ഈ പക്ഷിയുടെ ചിത്രം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ അവഗണിച്ചവരുണ്ട് ഒരുപാട് പേർ. നിങ്ങൾ സ്നേഹിച്ചു, പക്ഷെ അവർ നിങ്ങൾക്ക് നൽകിയത് അവഗണനകൾ മാത്രമാണ്. അവരുടെ അവഗണനകൾ നിങ്ങൾ ഒരുപക്ഷെ ഹൃദയത്തിൽ വലിയ തരത്തിൽ ബാധിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളത് തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന നിങ്ങൾ ലഭിക്കാൻ ആഗ്രഹിച്ച ചില ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കൈപ്പേറിയ അനുഭവങ്ങളുണ്ടായി. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വലിയ വേദനയായിട്ട് മാറുകയും ചെയ്തു. നിങ്ങൾ സ്നേഹിച്ചിട്ടും ചുറ്റുഭാഗത്തു നിന്നും അവർ നിങ്ങളെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. അവരുടെ ആക്രമണവും അവരുടെ സ്നേഹമില്ലാത്ത പെരുമാറ്റവും നിങ്ങളെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന അതുമായി ബന്ധപ്പെട്ടുണ്ടായി. എന്തുകൊണ്ട് അവർ നിങ്ങളെ അവഗണിക്കുന്നു? നിങ്ങളുടെ മനസ്സിലെപ്പോഴും ചിന്തിച്ചത് അതാണ്. ഇത്രയേറെ സ്നേഹിച്ചിട്ടും എന്തുകൊണ്ട് അവർ അവഗണിക്കുന്നു? അവരുടെ അവഗണന പലപ്പോഴും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങളതെല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോയി. ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ഇഷ്ടം അത്രമാത്രം ഉണ്ടായിരുന്നു. ആ വ്യക്തിയെ സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം മാത്രമാണ് എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ ശക്തി അതുതന്നെയാണ്. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടതും ഒരുപക്ഷെ അതുകൊണ്ടാകാം. അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിന് ഒരുപക്ഷെ ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചതിൽ ഒരുപാട് കാരണങ്ങളുണ്ടാകാം. പക്ഷേ അവർ ആ അവഗണനകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ അവഗണനകൾ അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു. ആ തെറ്റിദ്ധാരണകൾ മാറി നിങ്ങളെ സ്വീകരിക്കുന്ന തലത്തിലേക്ക് അവരെത്തുന്നു. അവർക്ക് നിങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം അവഗണിക്കപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി. അവഗണിക്കപ്പെട്ട കാരണങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ശക്തി ഏത് വിഷയത്തിലാണോ നിങ്ങൾ അവഗണിക്കപ്പെട്ടത് ആ വിഷയത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം നൽകിയിരിക്കുന്നു. അങ്ങനെ ആ മുന്നേറ്റം നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുകയും നിങ്ങൾക്ക് അത്ഭുതകരമായ മുന്നേറ്റങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കാകുന്നു. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവഗണിച്ചവർ പുറകെ വരും. അതായിട്ട് ഈ രണ്ടാമത്തെ പൈല് സ്വീകരിച്ചവർ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ മനസ്സ് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ നോക്കാം. നിങ്ങൾ മാനസികമായിട്ടാകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. നിങ്ങളുടെ മാനസികമായ തകർച്ചയ്ക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. സ്നേഹിച്ചവർ നിങ്ങളെ വഞ്ചിച്ച ഒരവസ്ഥ. അവർ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു, നിങ്ങൾ അവരെ സ്നേഹിക്കുകയായിരുന്നു. ആ അവസ്ഥ ഉണ്ടായി. ഒരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ, ഒരു പ്രതിസന്ധിയുള്ള ഘട്ടത്തിൽ നിങ്ങൾ ചിലരിൽ നിന്ന് സഹായം മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചു. നിങ്ങൾ സ്നേഹിച്ച ആളുകൾ 100% എല്ലാ സമയത്തും നിങ്ങൾ സംരക്ഷിച്ച ആളുകൾ, അവരിൽ നിന്നും ന്യായമായി നിങ്ങളൊരു സംരക്ഷണം പ്രതീക്ഷിച്ചിരുന്നു. അവരിൽ നിന്ന് ന്യായമായി നിങ്ങളൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവർ ആ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകാതെ മാറി. അത് നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി. നിങ്ങൾ സ്നേഹിച്ചിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടും അവർ നിങ്ങളെ സ്നേഹിക്കാതെ പിന്നോട്ട് പോയി. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിഷമമുണ്ടായി. എന്തുകൊണ്ട് ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ സ്നേഹിക്കുന്നില്ല? എന്തുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടും എന്നെ ഇഷ്ടപ്പെട്ടില്ല? അവരെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ രക്ഷിച്ചു, പക്ഷേ എന്നെ രക്ഷിക്കാൻ അവരുണ്ടാകുന്നില്ല. എന്നെ രക്ഷിക്കാൻ പോയിട്ട് അവരെന്നെ കളിയാക്കുകയും എന്നെ വഞ്ചിക്കുകയും ചെയ്തു. എന്നെ തോൽപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. ഞാൻ തകരുന്നത് കണ്ടു നിൽക്കാൻ അവർ ആഗ്രഹിച്ചു. എന്നെ തകർച്ചയുടെ വക്കിൽ നിന്നും രക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്നെ അതിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു, ഇവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പെരുമാറുന്നു? ഇവർക്ക് എന്താണ് അതിൽ നിന്ന് കിട്ടുക? ഞാൻ അവരെ സ്നേഹിച്ചപ്പോൾ അവരെന്നെ വെറുക്കുകയായിരുന്നു
എന്നുള്ള സത്യം ഞാൻ അറിയുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. സ്നേഹിച്ചവർ വഞ്ചിച്ചു, സഹായിക്കേണ്ടവർ ഉപദ്രവിച്ചു. അങ്ങനെ മനസ്സുരുകിയ സമയത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാവാൻ കാരണം ഇവരെയൊക്കെ നിങ്ങളിപ്പോഴും സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നവും അത് തന്നെയാണ്. നിങ്ങളെ വഞ്ചിച്ചവരെ, നിങ്ങളോട് സ്വാർത്ഥ താല്പര്യം കാണിച്ചവരെ, നിങ്ങളിൽ നിന്ന് സഹായം കിട്ടിയിട്ടും ആ സഹായത്തിന് നന്ദി കാണിക്കാതെ ഉപദ്രവിച്ചവരെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യവും ഒരു പ്രതിസന്ധിയും അത് തന്നെയാണ്. അവരെ നിങ്ങൾ സ്നേഹിക്കുന്നു, അവർ നിങ്ങളെ വെറുക്കുന്നു. പക്ഷേ ഏത് കാര്യത്തിലാണോ അവർ നിങ്ങളെ സ്നേഹിക്കാതിരുന്നത്, അവർ നിങ്ങളെ വെറുത്തത്, ആ കാര്യത്തിൽ അവർക്ക് നിങ്ങളെ സ്നേഹിക്കേണ്ടി വരും. കാരണം നിങ്ങളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ സഹായം അവർക്ക് തേടേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നു. നിങ്ങൾക്ക് അവരെ സഹായിച്ചത് കൊണ്ടുണ്ടായ നഷ്ടം ഇരട്ടി ലാഭമായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പ്രതിസന്ധിയിലാകുന്നു, അവർ നിങ്ങളുടെ പുറകെ വരും. ഇനി അവരെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്തു വേണേലും തീരുമാനിക്കാം. അത്തരമൊരവസ്ഥയിലേക്കാണ് വരുന്നത്. അവർ നിങ്ങളുടെ ദയ പ്രതീക്ഷിച്ചു വരികയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.